നമ്മുടെ ആനുവൽ എക്സാം എത്തിയല്ലേ, കട്ടപ്പടുത്താണ് നമ്മളെല്ലാവരും എന്താണ് തീ പിടിച്ച് നിൽക്കുന്ന സമയമല്ലേ. എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PYQ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കിക്കൂടാം. ഇവിടെ നോക്കുക, ലാസ്റ്റ് ടൈം നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ സ്റ്റോറി ദ യെല്ലോ അംബ്രല്ല ഹിലാരിയസ് സിസ്റ്റർ വിസിറ്റഡ് ഓർഫനേജ് വിത്ത് ടോയ്സ് ഫോർ ചിൽഡ്രൻ. നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിലാരിയസ് സിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ആ അനാഥാലയത്തിൽ പോകുന്നുണ്ട്, ഒരുപാട് ടോയ്സ് ആയിട്ടൊക്കെ അവർ പോകുന്നുണ്ട്. Now there she noticed a boy who showed no interest for toys. അവിടെ അവർ ചെന്ന സമയത്ത് ഒരൊറ്റ ബോയ്, ഒരു ആൺകുട്ടിക്ക് എന്താണ് ഈ കണ്ട ഒരു ടോയ്സിനോടും എന്തില്ല, അവന് ഒരു ഇഷ്ടം തോന്നുന്നില്ല, അവന് ഒരു താല്പര്യം എന്തില്ല തോന്നുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടീനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, പുള്ളി ശ്രദ്ധിക്കുന്നത്. He wanted a yellow umbrella as gift. അവൻ എന്തായിരുന്നു ആവശ്യം, അവനൊരു യെല്ലോ അംബ്രല്ലയാണ് എന്ത് ടോയ്സ് ആയിട്ട് വേണ്ടതെന്നാണ് അവർ പറഞ്ഞത്, ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത് എനിക്കൊരു യെല്ലോ അംബ്രല്ലയാണ്. Hilarious sister talked to the boy. She was impressed by the boy. She wrote a letter to Hilario about the boy and his story. അപ്പോൾ നമ്മുടെ ഹിലാരിയോ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ കഥ മനസ്സിലായി. അവൾ എന്ത് ചെയ്യാണ്, ആ കഥകളൊക്കെ അവൻ്റെ കഥകളൊക്കെ കേട്ടതിന് ശേഷം എന്ത് ചെയ്യാണ്, ഹിലാരിയൊക്കെ ഒരു ലെറ്റർ എഴുതാണല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്ത് നമ്മുടെ ഉത്തരം വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മൾ ക്യാരക്ടേഴ്സ് മെൻഷൻ ചെയ്യണം, എന്താണ് ഇതിൻ്റെ ഒരു പ്ലോട്ട്, എന്തായിരുന്നു ആ സംഭവിച്ചത്, ആരാണ് ആ ആൺകുട്ടി, എന്തുകൊണ്ടാണ് അവൻ ആ ഒരു യെല്ലോ അംബ്രല്ല ചോദിച്ചത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉത്തരത്തിൽ മെൻഷൻ ചെയ്യണം. ഇവിടെ നോക്കുക നിങ്ങൾ, ഇതൊരു ഇൻഫോർമൽ ലെറ്റർ സിസ്റ്ററിന് എഴുതുന്ന കത്താണ്. ആൻഡ് വി നോ ദാറ്റ് നമുക്കറിയാം ആദ്യം എന്താണ് സെൻഡേഴ്സ് അഡ്രസ്സ് നമ്മൾ എഴുതണം അല്ലേ. ഓക്കെ, നമ്മുടെ കത്ത് ആരാണോ എഴുതുന്നത് ആ ഒരു അഡ്രസ്സ് നമ്മൾ എഴുതണം. മിസ് ഇവിടെ ജസ്റ്റ് ഒരു ഫോമൽ ഒരു പേരിന് എന്താണ് ഒരു XYZ പാം വില്ല 123 സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അഡ്രസ്സ് അവിടെ കൊടുത്ത് നമ്മൾ ഒരു കാര്യം ഇപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ എഴുതുമ്പോൾ മാക്സിമം നമ്മുടെ ജെനുവിൻ അഡ്രസ്സ് ജെനുവിൻ പേരൊക്കെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇത് സംതിങ് ഇതേപോലെ എന്തെങ്കിലും എന്ത് ചെയ്യാം ഒന്ന് കൊടുക്കാം. നെക്സ്റ്റ് നോക്കുക, ഡിയർ ഹിലാരിയോ. നെക്സ്റ്റ് എന്താണ്, സാലുട്ടേഷൻ ആണ്. നമുക്കറിയാം നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ ആവട്ടെ ഫോർമൽ ലെറ്റർ ആവട്ടെ എന്തായാലും സാലുട്ടേഷൻ കമ്പൽസറി. ഇവിടെ ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് സിസ്റ്റർ എഴുതുന്ന കത്തായതുകൊണ്ട് നമ്മൾ എന്തുപയോഗിച്ചു, നമ്മളിവിടെ എന്തുപയോഗിച്ചു, നമ്മൾ ഡിയർ എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് എൻ ഇൻഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ സർ അല്ലെങ്കിൽ മാഡം എന്ന് നമ്മൾ വിളിക്കുക, ഡിയർ സർ ഒന്നും നമ്മൾ വിളിക്കൂല, ജസ്റ്റ് സർ ഓർ മാഡം, ദാറ്റ് ഈസ് എനഫ്. ഇറ്റ് ഈസ് ഇൻഫോർമൽ, അതുകൊണ്ട് നമ്മൾ എന്തുപയോഗിച്ചു, ഡിയർ ബോയ്, ഡിയർ മദർ, ഡിയർ ഫ്രണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി നോക്കുക, ഹോപ്പ് യു ആർ ഫൈൻ. നമുക്കറിയാം ആദ്യത്തെ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കണം നമ്മളെടുത്ത്, ഇറ്റ് ഷുഡ് ബി റിഗാർഡ്സ് അല്ലേ, റിഗാർഡ്സ് ആയിരിക്കണം, സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കണം. സോ ഹോപ്പ് യു ഫൈൻ, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. ഇനി എന്താണ് നെക്സ്റ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ആൻസർ ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെ നോക്കുക, യെസ്റ്റർഡേ ഐ വിസിറ്റഡ് ആൻ ഓർഫനേജ് ഇൻ പാംസ് ടു ഗിവ് ക്രിസ്മസ് ഗിഫ്റ്റ് ടു ദ ചിൽഡ്രൻ. ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്തു, ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ എന്താണ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോയതാണ്. കുഞ്ഞുങ്ങളൊക്കെ കാണണം തോന്നി, അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം തോന്നി, അവർക്ക് ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇന്നലെ ഒരു ഓർഫനേജിൽ പോയി. ഓൾ ദ ചിൽഡ്രൻ വർ വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു റിസീവ് ടോയ്സ്. ഞാൻ ഇന്നലെ പോയ സമയത്ത് എല്ലാ മക്കളും എന്താണ്, ഓൾ ചിൽഡ്രൻ എല്ലാ കുഞ്ഞുങ്ങളും വെരി ഹാപ്പി, എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് എക്സൈറ്റഡ് ടു, ഭയങ്കര എക്സൈറ്റഡുമായിരുന്നു രണ്ടുപേരും, ടു റിസീവ് ദ ടോയ്സ്. ബട്ട് ഐ നോട്ടീസ്ഡ് വൺ ബോയ് ഹു ലുക്ക്ഡ് വെരി സാഡ്. അവരൊക്കെ ഇടയിൽ ഞാൻ ഇന്നലെ ഒരു ആൺകുട്ടീനെ ശ്രദ്ധിച്ചു. ആൻഡ് ദ ബോയ് വാസ് എന്താണ്, അവൻ ഭയങ്കര ഗ്ലൂമി ആയിരുന്നു, ഭയങ്കര സാഡ് ആയിരുന്നു കേട്ടോ. ഐ വെന്റ് നിയർ ഹിം, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി. and asked what he would like as a gift. എന്താണ് നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്, നിനക്ക് എന്താണ് മോനെ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടതെന്ന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചോദിച്ചു. He softly said that he wanted a yellow umbrella. അവന് വേണ്ട ഒരു കാര്യം എന്താണെടാ, it was a yellow umbrella. The boy wanted a yellow umbrella as a gift. ല്ലേ, ആ കാരണം കേട്ടപ്പോഴാണ് എനിക്ക് എന്ത് ഭയങ്കര ടച്ചിങ് ആയത്. What was the reason behind that? I was surprised to hear this because it was such a simple thing. വളരെ സിമ്പിളായിട്ട് എന്താണ് മീൻസ് അവനവരുടെ കഥകൾ ഇങ്ങനെ പറയാണല്ലേ. ദെൻ ഹി ടോൾഡ് മീ ഹിസ് സ്റ്റോറി. അവൻ യെല്ലോ അംബ്രല്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. ഒരു യെല്ലോ അംബ്രല്ലയ്ക്കാണോ മോനെ നീ ഇത്ര വിഷമിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷേ വെൻ ഐ ഹേർഡ് ഹിസ് സ്റ്റോറി, ഞാൻ എപ്പോഴാണോ അവൻ്റെ കഥകൾ കേട്ടത്, he said that he came as a refugee with his father in a boat. അവൻ എന്ത് പറഞ്ഞു, അവൻ എന്തായിട്ട് വന്നതാണ്, റെഫ്യൂജി ആയിട്ട് വന്നതാണ്, അവൻ അഭയാർത്ഥികളായിട്ട് അവൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു ബോട്ടിൽ കയറി ഇങ്ങനെ വന്നതാണ് ഇങ്ങോട്ടേക്ക്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ഓൺ ദ ഡേ ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫനേജ്. അവൻ്റെ അച്ഛന് എന്താണ്, അവന് ഈ അനാഥാലയത്തിൽ നിർത്തി പോകുന്ന ദിവസം, അനാഥാലയത്തിലാക്കി പോകുന്ന ദിവസം എന്തായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ആ സമയത്ത് ഹിസ് ഫാദർ വാസ് ഹോൾഡിങ് എ ബിഗ് യെല്ലോ അംബ്രല്ല. സി അവൻ്റെ ഓർമ്മ എന്താണ്? അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ആ സമയത്ത് ഒരു വലിയൊരു മഞ്ഞക്കുട ഉണ്ടായിരുന്നു. ആ മഴയത്ത് അവൻ ഈ ഓർഫനേജിലാക്കിയിട്ട് അച്ഛൻ തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? വലിയൊരു മഞ്ഞക്കുട ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹി സോ ഹിസ് ഫാദർ. അതായിരുന്നു എന്ത് അവൻ അവൻ്റെ അച്ഛനെ അവസാനം കണ്ട ഒരു സമയം. വാട്ട് എൻ ഇമോഷണൽ സ്റ്റോറി അല്ലേ? നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കഥയാലേ, നമുക്ക് തന്നെ ഭയങ്കര സങ്കടമൊക്കെ തോന്നും അല്ലേ? നോക്കുക the yellow umbrella reminds him. അവൻ്റെ ഈ യെല്ലോ അംബ്രല്ല അവൻ ആരെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്? ഇറ്റ് റിമൈൻഡ്സ് ഹിം ഓഫ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ഫാമിലി. അവൻ്റെ കുടുംബത്തെക്കുറിച്ച്, അവൻ്റെ അച്ഛനെക്കുറിച്ച്, അവൻ്റെ അമ്മയെക്കുറിച്ച്, അവൻ്റെ സിസ്റ്റേഴ്സിനെ കുറിച്ച്, അവൻ്റെ ഫാമിലിയെക്കുറിച്ച് ഓർക്കുന്നത് എങ്ങനെയാണ്? അവൻ ഈ ഒരു യെല്ലോ അംബ്രല്ല കാണുന്ന സമയത്താലേ എന്തൊരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയേ അല്ലേ? നോക്കുക, ഹി സ്റ്റോറി ടച്ച് മൈ ഹാർട്ട് ഡീപ്ലി. അവൻ്റെ ആ ഒരു കഥ കേട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? എന്നത് ടച്ച് ചെയ്തു. എനിക്കത് ഭയങ്കരമായിട്ട് എന്താണ് എന്നെ ടച്ച് ചെയ്തു. ഐ ഫീൽ സാഡ് ഫോർ ഹിം. എനിക്ക് ഭയങ്കര എന്താണ് വിഷമം തോന്നി. ഐ തോട്ട് യു ഷുഡ് നോ അബൌട്ട് ദിസ് ബോയ്. എന്താണ് നീ ഈ കുഞ്ഞിനെ കുറിച്ച് അറിയണമെന്ന് എനിക്ക് തോന്നി. ഹിസ് സ്റ്റോറി ഈസ് ഫുൾ ഓഫ് പെയിൻ ബട്ട് ഓൾസോ ലവ്. അവൻ്റെ കഥകൾ എന്താണ്? വേദന നിറഞ്ഞതാണെങ്കിൽ കൂടി എന്താണ് അതിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. കാരണം അവൻ്റെ അച്ഛനെ ഇഷ്ടമാണ്, അവൻ്റെ അമ്മയെ ഇഷ്ടമാണ്, അവൻ്റെ കുടുംബത്തെ ഇഷ്ടം. അതുകൊണ്ടാണ് അവൻ എന്ത് പറഞ്ഞത്? എനിക്ക് യെല്ലോ അംബ്രല്ല വേണം, അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും ഓർക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് വാങ്ങുന്നത്? ആ യെല്ലോ അംബ്രല്ല ചോദിക്കുന്നത്. നോക്ക്, വിത്ത് ലവ് യുവർ സിസ്റ്റർ. നമ്മളിവിടെ കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കണം. ഓക്കെ, കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കണം. യുവർ സിസ്റ്റർ എന്ന് എഴുതി, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നെയിം വേണമെങ്കിൽ എഴുതാം, നോ മാറ്റർ കേട്ടോ. നിങ്ങൾക്ക് പേര് വേണമെങ്കിൽ ഇവിടെ എഴുതാം, അതും എന്താ ഓക്കെ തന്നെയാണ്. ശരി, അപ്പോൾ ഇവിടെ ഫാമിലി ആയതുകൊണ്ട് യുവർ സിസ്റ്റർ എന്ന് എഴുതി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ലെറ്റർ റൈറ്റിംഗ്. ഇത് നേരെ മറിച്ച് ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഈ സെയിം കോണ്ടന്റിൻ്റെ നമ്മളടുത്ത് എന്തായിട്ട് ചോദിക്കാം? നമ്മൾ ഡയറി ആയിട്ട് ചോദിക്കാം, നമ്മുടെ തോട്ടായിട്ട് ചോദിക്കാം. തോട്ട് റൈറ്റിങ്ങിനും ഡയറി റൈറ്റിങ്ങിനും കൺവെർസേഷനും ഈ 4 ക്വസ്റ്റ്യൻ, ലെറ്ററും 4 ക്വസ്റ്റ്യനും എന്താണ് ഈ കണ്ടന്റ് എന്താണ് ഫ്ലെക്സിബിളാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏത് ചോദ്യം വന്നാലും അതിനെ കൺവേർട്ട് ചെയ്ത് അതിനെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഫോമിലാക്കി നമ്മളൊരു എഗ്ഗ് എടുത്ത് എന്താണ് അറ്റ് ദ സെയിം ടൈം ഓംലെറ്റ് ഉണ്ടാക്കുന്നു, അറ്റ് ദ സെയിം ടൈം എന്താണ് വി മേക്ക് ബുൾസൈ, നമ്മൾ ബുൾസൈ ഉണ്ടാക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, എല്ലാം ഉണ്ടാക്കുന്നത് പോലെ നമ്മൾക്ക് ഈ ഒരു കോണ്ടന്റ് ഇറ്റ് ക്യാൻ ബി എന്താണ് ആസ് എ ലെറ്റർ ആയിട്ട് ചോദിക്കാം, അതേപോലെ തന്നെ ഇത് തോട്ട് റൈറ്റിംഗ് ആയിട്ട് ചോദിക്കാം, അതേപോലെ ഇത് കൺവെർസേഷൻ ആകാം. പക്ഷെ എന്ത് ചെയ്യരുത്? നമ്മൾ ഈ പറയുന്ന പോയിന്റ്സ് വിട്ടുപോകരുത്, അവൻ്റെ ഓർമ്മ വിട്ടുപോകരുത്. അതേപോലെ നമ്മൾ അതിന് ആ ഒരു കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കറക്റ്റ് ഇവിടെ കാണിക്കാൻ പറ്റണം. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് ഇത് എന്നുള്ളത്. ഇതേപോലെ എന്താണ് കുറേ വീഡിയോസ് ഇനിയും വന്നിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.